Alexa, play Neela Neevanam Katra. Here's Neela Neevanam. Neela Neevanam. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇതെന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട് ക്ലീൻ ചെയ്യണം എന്ന് ആലോചിക്കുന്നു. എന്നും കൊച്ചു സ്കൂളിലും ഹസ്ബൻഡ് ഓഫീസിലും പോയി കഴിഞ്ഞാൽ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് ഓർക്കും. പക്ഷെ അവർ പോയി കഴിയുമ്പോഴത്തേക്കിനും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കിനും സമയം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടാവും. അങ്ങനെ നീണ്ട് 3-4 ദിവസമായി ഞാൻ വിചാരിച്ചിട്ട് ഇതുവരെ നടക്കാതെ പോകുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഓർത്തു വീഡിയോ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു മോട്ടിവേഷൻ ഉണ്ട് കേട്ടോ. ആ ഒരു മടി, പിന്നെ എന്താ പറയുക, പിന്നെ ചെയ്യാം, മാറ്റിവെക്കലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറയും. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. പക്ഷേ വീഡിയോ ചെയ്യുമ്പം ഓക്കെ ഇവിടെയും കൂടെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിലൂടെ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഓർഡർ അല്ലാതിരിക്കുന്നത് കുറച്ചുകൂടെ എനിക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്ന ചെയർ ഒന്ന് മാറിയിരിക്കുന്നു, ഒരു ഓർഡർ അല്ലാതിരിക്കുന്നു. അപ്പം ഞാൻ നേരിട്ട് അതുവഴി നടക്കുമ്പോൾ ചിലപ്പം അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. പക്ഷെ ഞാനത് ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് ഇങ്ങനെ ഓർഡറിലല്ല ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടാണോ എന്തോ, ഇന്ന് എന്തായാലും അധികം സമയം കളയാതെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ നോക്കി ഇൻസ്റ്റാ റീൽസോ അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് നോക്കി സമയം കളയാതെ തന്നെ നേരെ ക്ലീനിങ്ങിൽ തുടങ്ങിയിട്ടുണ്ട്. എവിടെ നിന്നാണെന്നറിയില്ല ഇത്രയും പൊടി വരുന്നത്. ഇപ്പം നമ്മുടെ ടി വി ഡൈനിങ് റൂമിലും ലിവിങ് റൂമിലും ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പൊടി കയറിയിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ വെച്ചിരിക്കുന്ന ബുക്സിൻ്റെ ഇടയിലും എല്ലാത്തിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊടി കയറിയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കണം. അതുപോലെ നമ്മുടെ ഈ സ്വിച്ചിൻ്റെ ഒക്കെ മുകളിലില്ലേ, ആ സൈഡിലൊക്കെ ഇങ്ങനെ നമുക്ക് പൊടി കാണാൻ പറ്റും. അങ്ങനെ എല്ലായിടത്തെയും പൊടി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ സ്ഥലത്തും റിച്ചുവിൻ്റെ ബോക്സും പെൻസിലും കാറും ടോയ്സും അങ്ങനെ പല ഐറ്റംസ് കാണും. അതൊക്കെ ഞാനെടുത്ത് മാറ്റി വെക്കും. ഇപ്പോൾ റിച്ചു വരുമ്പോഴത്തേക്ക് ഇതെന്തിനാ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേ എന്നുള്ള ക്വസ്റ്റ്യനിങ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും മാറ്റി വയ്ക്കും. പിന്നെ ദാണ്ട് ഈ ഒരു ബുക്സൊക്കെ ഞാൻ എടുത്തിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ പൊടിയുണ്ട്. അപ്പം ആ ബുക്സ് ഫുൾ എടുത്തിട്ട് ജസ്റ്റ് ഒരുപാട് പൊടിയില്ല, പക്ഷെ എന്നാലും കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തുടച്ചു. പിന്നെ നമ്മൾ ഈ ബുക്സ് എപ്പോഴും ഒന്നും വായിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ, അപ്പോൾ ഈ ഒരു ബുക്ക് റിച്ചുവിന് കൊടുക്കണം, അല്ലെങ്കിൽ കളറിങ് ബുക്കൊക്കെ കണ്ടുപിടിക്കൽ, അങ്ങനത്തെ കുറേ ബുക്സും സ്റ്റോറി ബുക്സും അങ്ങനെയൊക്കെ ഓരോന്ന് പെട്ടെന്ന് മാറ്റി വെക്കാനൊക്കെ തോന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓർക്കത്തില്ലല്ലോ. അങ്ങനെ ബുക്സൊക്കെ അടുക്കി വെച്ചു. അപ്പോൾ റിച്ച് ഉള്ള സമയമാണെന്നുണ്ടെങ്കിലും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ വന്നിട്ട് അതും എടുത്ത് ഇതും എടുത്ത് എല്ലാം എടുത്തുകൊണ്ട് പോവും. അതല്ലേൽ അപ്പോൾ സ്റ്റോറി പറഞ്ഞു തരാൻ പറയും. അങ്ങനെ എന്തായാലും ഇപ്പം ഓൾമോസ്റ്റ് ബുക്സൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊരു ഭംഗിയല്ലേ. നമ്മൾ ഈ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അത് നോക്കി ഒന്ന് ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ എനർജിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം 2 റൂമും കൂടെ ക്ലീൻ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെ അടുത്ത ദിവസം ആവട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.